രാജ്യത്തെ പൂർണ്ണമായും ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്ന് സംഘപരിവാർ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. KNM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന സംസ്ഥാന മസ്ജിദ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വഖഫ് ബില്ല് ഒരു നിയമം മാത്രമല്ല, ഒരു വ്യവസ്ഥിതി മാറ്റമാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഇപ്പോഴത്തെ സംഘപരിവാറിൻ്റെ പഴയ രൂപം ആലോചിച്ചുണ്ടാക്കിയതാണ് ഈ നിയമം. ഇന്ത്യയെ പൂർണ്ണമായും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്ന് അവർ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണ്. ഇത് രാജ്യത്തെ ഹിന്ദുത്വവാദികൾ നേരത്തെ പ്രഖ്യാപിച്ചതാണെന്നും രാജ്യത്തെ പൂർണ്ണമായും ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ഓരോ ചലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും PMS സലാം പറഞ്ഞു. ഇത് ഒരു വഖഫ് ബില്ല് ഒരു നിയമത്തിലുണ്ടാകുന്ന മാറ്റമല്ല, ഒരു വ്യവസ്ഥിതി മാറ്റുന്നതാണ്. ഈ മാറ്റം ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഇവിടുത്തെ സംഘപരിവാറിൻ്റെ പഴയ രൂപം ആലോചിച്ചുണ്ടാക്കിയതാണ്. ഈ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടാക്കിയിട്ട് 100 വർഷം തികയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്ന് അന്നേ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചതാണ്. ഗുരു ഗോൾവാൾക്കറും സവർക്കറും അടക്കമുള്ള രാജ്യത്തിലെ ഹിന്ദുത്വവാദികൾ അത് നേരത്തെ പ്രഖ്യാപിച്ചതുമാണ്. ഇന്ന് മുതൽ 100 വർഷം തികയുമ്പോഴേക്ക് ഇന്ത്യ രാജ്യം പൂർണ്ണമായും ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റും. അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100 വർഷം ആയി. അവിടേക്കുള്ള ഓരോ ചലനങ്ങളാണ് മെല്ലെ മെല്ലെയാണ് വരുന്നത്, സ്റ്റെപ്പായി. ആദ്യം നമ്മുടെ ആരാധനാലയങ്ങളെയാണ് ആക്രമിച്ചത്. ആ ആരാധനാലയങ്ങളെ ആക്രമിച്ചപ്പോൾ അതിശക്തമായി നമ്മുടെ സമുദായം പൊരുതി. ആരാധനാലയങ്ങളെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ആരാധനാലയങ്ങളുടെ സ്ഥിതിവിശേഷം നിലനിർത്താൻ ഒരു കട്ട് ഓഫ് ഡേറ്റ് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. മുസ്ലിം സമുദായം നേതൃത്വം നൽകിയത് മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സദ് സാഹിബ്, ഗുലാം മുഹമ്മദ് ബനാത്ത് വാലിയും അടങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വം തന്നെയാണ്. അന്ന് കട്ട് ഓഫ് ഡേറ്റിനെ കുറിച്ച് തർക്കമുണ്ടായി. കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം 1947 ഓഗസ്റ്റ് 15. അന്ന് ഇന്ത്യയിൽ ഒരു ആരാധനാലയം ആരുടേതായിരുന്നോ അവരുടേതായി തന്നെ നിലനിൽക്കണം. അതിന് ഭീഷണി പാടില്ല, മറ്റവകാശവാദങ്ങൾ പാടില്ല, കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരണം. തർക്കമുണ്ടായി. കോൺഗ്രസിലെ തന്നെ ഒരു വലിയ വിഭാഗം പറഞ്ഞു അതല്ല, ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം 1956 ആണ് കട്ട് ഓഫ് ഡേറ്റ് ആയി വെക്കേണ്ടത്. ആ തർക്കത്തിൻ്റെ ഘട്ടത്തിൽ മൂർധന്യ ദശയിലെത്തിയപ്പോൾ UDF മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗ് പിൻവാങ്ങി ഈ തർക്കം വെച്ചിട്ട്. 947 ആണെങ്കിലേ ഞങ്ങൾ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ടായി. ആദരണീയനായ സൈനുദ്ദീൻ വക്കീലിൻ്റെ പിതാവ് CKP ചെറിയ ഉമ്മുക്കി മർഹൂം അവരുകളടക്കം അന്ന് അതിന് ശക്തമായ നേതൃത്വം നൽകിയ കാലഘട്ടമാണ്. അവസാനം കോൺഗ്രസ് ആ മുസ്ലിം ലീഗിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. അതാണ് യാഥാർത്ഥ്യം, അതാണ് നീതി എന്ന് മനസ്സിലാക്കി 947 ആഗസ്റ്റ് 15 നിശ്ചയിച്ചു. 947 മാറ്റി 56 ആക്കുന്നതിൻ്റെ പിന്നിൽ ബാബരി മസ്ജിദ് സംബന്ധിച്ച പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. 949 വരെ ബാബരി മസ്ജിദ് പള്ളിയായിരുന്നു. അവിടെ ഇശാ നമസ്കാരം വരെ നടന്നിട്ടുണ്ട്, എല്ലാ വക്തിലും നിസ്കാരം നടന്നിട്ടുണ്ട്. 949 പള്ളിയിൽ രാമവിഗ്രഹം കൊണ്ടുവന്ന് വെച്ച് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ പറഞ്ഞ
കെ നായരുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ 956 ആയിക്കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് നഷ്ടപ്പെടണം, ഒരുപാട് പള്ളികൾ നഷ്ടപ്പെടണം. അതുകൊണ്ടാണ് ശക്തമായ ആ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും നിന്നത്. അവസാനം കോൺഗ്രസ് അത് അംഗീകരിച്ചു. പക്ഷേ ബാബരി മസ്ജിദ് സംബന്ധിച്ച തർക്കം കോടതിയിലായതുകൊണ്ട് സുപ്രീം കോടതിയിലും അലഹാബാദ് ഹൈക്കോടതിയിലുമൊക്കെ വിവിധ കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് സുപ്രീം കോടതിയെ ആ നിയമത്തിൻ്റെ ബാബരി മസ്ജിദിനെ മാത്രം ഇന്ത്യയിലെ പള്ളികളിൽ നിന്ന് ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി. അത് കോടതി തീരുമാനിക്കട്ടെ എന്ന്. ആ നിയമം ഇന്ത്യയിൽ അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കാലത്ത്, ശ്രീ രാജീവ് ജിയുടെ കാലത്ത് ആ നിയമം വന്നത്. ആ നിയമം നിലനിൽക്കെ ഉത്തർപ്രദേശിലെ ഒരു സെഷൻസ് കോടതി കാശിയിലെ പള്ളിക്കകത്ത് പൂജ നടത്താൻ അനുമതി കൊടുത്തു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി നിയമമായ ഒരു നിയമത്തെ എതിർക്കാൻ ഒരു കീഴ്ക്കോടതിക്ക്, അതിനെതിരെ വിധി പുറപ്പെടുവിക്കാൻ ഒരു കീഴ്ക്കോടതിക്ക് ഇന്ത്യ രാജ്യത്ത് ധൈര്യം ഉണ്ടായി. സാധാരണ പാർലമെന്റ് പാസാക്കിയ ബില്ലുകളെ ചോദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലാണ്. പക്ഷെ ഇവിടെ ജില്ലാ കോടതി അതിലേക്ക് വന്നു. ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുമാത്രമാണ് അവസാനത്തെ പ്രതീക്ഷ. പക്ഷേ അതിൽ പോലും വ്യാപകമായ മായം ചേർക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.